വെൽക്കം ടു JPM ട്യൂട്ടോറിയൽ. ഗ്രേഡ് 10th മാത്തമാറ്റിക്സിലെ 8th ചാപ്റ്ററായ സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സ്ഫിയർ ആൻഡ് ഹെമിസ്ഫിയർ എന്നുള്ള പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യുന്നത്. സോ പേജ് നമ്പർ 203, ക്വസ്റ്റ്യൻ നമ്പർ 3. The base radius and length of a metal cylinder are 4 centimeters and 10 centimeters. If it is melted and recast into spheres of radius 2 centimeters, how many spheres can be made? ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു വൃത്തസ്തംഭത്തിന്റെ നീളം 10 സെന്റിമീറ്ററും ആരം 4 സെന്റിമീറ്ററുമാണ്. ഇതുരുക്കി 2 സെന്റിമീറ്റർ ആരമുള്ള എത്ര ഗോളങ്ങൾ ഉണ്ടാക്കാം? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 4 സെന്റിമീറ്റർ റേഡിയസും 10 സെന്റിമീറ്റർ ഹൈറ്റുമുള്ള ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു സിലിണ്ടർ ഉരുക്കിയിട്ട് റേഡിയസ് 2 സെന്റിമീറ്റർ ഉള്ള ചെറിയ ഗോളങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഗോളങ്ങളുടെ എണ്ണമാണ് നമ്മളെടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലുള്ള പ്രോബ്ലംസ് നമ്മൾ മുമ്പും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ കോൺസെപ്റ്റ് സെയിം ആണ്. അതായത് റീകാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള വോളിയും ശേഷമുള്ള വോളിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഇവിടുത്തെ കേസിൽ ഈ സിലിണ്ടറിന്റെ വോളിയും ഈ സ്ഫിയറുകളുടെ വോളിയത്തിന്റെ സമ്മും ഈക്വൽ ആയിരിക്കും. ആ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അതായത് വോളിയം ഓഫ് സിലിണ്ടർ ഇസ് ഈക്വൽ ടു sum of volume of spheres. ഇവിടെ ഈ സ്ഫിയറുകളുടെ വോളിയം എന്ന് പറയുന്നത് ഇതിന്റെ എണ്ണ എത്ര ഉണ്ടോ അതുകൊണ്ട് ഒരു സ്ഫിയറിന്റെ വോളിയത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മൊത്തം സ്ഫിയറുകളുടെയും വോളിയത്തിന്റെ സമ്മ് കിട്ടും. സോ എന്തായിരിക്കും സം ഓഫ് വോളിയം ഓഫ് സ്ഫിയേഴ്സ് എന്ന് പറയുന്നത്? നമ്പർ ഓഫ് സ്ഫിയർ into volume of one sphere. സോ ഇതിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് സ്ഫിയേഴ്സ് ഈക്വൽ ടു എന്താ കിട്ടുക? നമ്പർ ഓഫ് സ്ഫിയേഴ്സ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് സിലിണ്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വൺ സ്ഫിയർ. divided by volume of one sphere. So equal to volume of cylinder എന്ന് പറയുന്നത് എന്താണ്? പൈ ആർ സ്ക്വയർ എച്ച്. സോ ഇവിടെ ആറിന് പകരം ആർ ഓഫ് സിലിണ്ടർ RCY എന്ന് കൊടുക്കാം നമുക്ക്. ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സ്ഫിയർ എന്ന് പറയുന്നത് 4/3 പൈ ആർ ക്യൂബ്. ഇവിടെ ആർ ഓഫ് സ്ഫിയർ എസ് എന്ന് കൊടുക്കാം. ഹിയർ റേഡിയസ് ഓഫ് സിലിണ്ടർ RCY ഇസ് ഈക്വൽ ടു എന്താണ്? 4 സെന്റിമീറ്റർ. ആൻഡ് ദെൻ റേഡിയസ് ഓഫ് സ്ഫിയർ RS ഇസ് ഈക്വൽ ടു എന്താണ്? 2 സെന്റിമീറ്റർ. ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ H ഇസ് ഈക്വൽ ടു എന്താണ്? 10 സെന്റിമീറ്റർ. സോ ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പൈ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദെൻ റേഡിയസ് ഓഫ് സിലിണ്ടർ എന്ന് പറയുന്നത് 4. സോ 4 സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ 10 ഡിവൈഡഡ് ബൈ ഈ 4/3നെ നമുക്ക് എന്ത് ചെയ്യാം? 3/4 എന്ന് എഴുതാം. അതായത് 1/4/3 എന്ന് പറയുമ്പം 1 ഡിവൈഡഡ് ബൈ 4/3. സോ ഈ 4/3ന്റെ റെസിപ്രോക്കൽ എടുക്കണം. സോ 1 ഇൻറ്റു 3/4 എന്നാ വരിക. അതായത് 3/4. സോ 3/4 എന്ന് എഴുതാം നമുക്ക് 4/3ന്. ദെൻ റേഡിയസ് ഓഫ് സ്ഫിയർ എന്ന് പറയുന്നത് 2. സോ 2 ക്യൂബ് ഇസ് ഈക്വൽ ടു ഇവിടെ 4ഉം ഈ 4 സ്ക്വയറും ക്യാൻസൽ ചെയ്യാം. ദെൻ 4 ഇൻറ്റു 10 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 2 ക്യൂബിനെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് എഴുതാം. സോ 2ഉം ക്യാൻസൽ ചെയ്യാം, 4ഉം കൂടെ ക്യാൻസൽ ചെയ്യാം. ദെൻ ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 10 30 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 15. സോ നമ്പർ ഓഫ് സ്ഫിയർ ഇസ് ഈക്വൽ ടു 15 കിട്ടി. Therefore number of spheres can be formed is equal to can be made is equal to 15.
Next question, page number 203, question number 4. A metal sphere of radius 12 centimeters is melted and recast into 27 small spheres of equal size. What is the radius of each small spheres? 12 സെന്റിമീറ്റർ ആരമുള്ള ഒരു ലോഹഗോളത്തെ ഉരുക്കി തുല്യ വലിപ്പമുള്ള കട്ടിയായി 27 ചെറുഗോളങ്ങളാക്കി. ചെറുഗോളങ്ങളുടെ ആരം എന്തായിരിക്കും? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 12 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ ഉരുക്കിയിട്ട് ചെറിയ ഗോളങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഗോളങ്ങളുടെ റേഡിയസ് നമുക്ക് തന്നിട്ടില്ല, അതാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എത്ര ഗോളങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് റേഡിയസ് ഓഫ് ദി സ്ഫിയർ, റേഡിയസ് ഓഫ് ദി ലാർജ് സ്ഫിയർ is equal to 12 centimeter. Then number of spheres formed is equal to number of small spheres formed is equal to 27. ഇവിടെയും എന്താ ചെയ്തിട്ടുള്ളത്? ഈ ഒരു സ്ഫിയറിനെ മെൽറ്റ് ചെയ്തിട്ട് ചെറിയ ഗോളങ്ങളാക്കി മാറ്റുക ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വോളിയം ബിഫോർ മെൽറ്റിംഗ് ഇസ് ഈക്വൽ ടു വോളിയം ആഫ്റ്റർ മെൽറ്റിംഗ് ആയിരിക്കും. ആ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യേണ്ടത്. സോ വോളിയം ഓഫ് ദി ബിഗ് സ്ഫിയർ ഇസ് ഈക്വൽ ടു 27 ഇൻറ്റു വോളിയം ഓഫ് സ്മോൾ സ്ഫിയേഴ്സ്. സോ വോളിയം ഓഫ് large sphere is equal to 27 into volume of one small sphere. So volume of large sphere എന്താണ്? 4/3 pi r cube is equal to 27 into 4/3 pi r cube. സോ ഇവിടെ പൈ കോമൺ ആണ്, നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദെൻ 4/3 കോമൺ ആണ്, ക്യാൻസൽ ചെയ്യാം. സോ ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു 27 ഇൻറ്റു ആർ ക്യൂബ്. ഇവിടെ ഈ ആർ എന്താണ്? ഈ സ്മോൾ സ്ഫിയേഴ്സിൻ്റെ റേഡിയസ് ആണ്. ഈ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഈ ബിഗ് സ്ഫിയറിൻ്റെ റേഡിയസും ആണ്. സോ ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 12 എന്ന്. സോ 12 ക്യൂബ് ഇസ് ഈക്വൽ ടു 27 ഇൻറ്റു ആർ ക്യൂബ്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ആർ ക്യൂബ് ഇൻറ്റു 27 ഇസ് ഈക്വൽ ടു 12 ക്യൂബ് എന്ന് എഴുതാം. രണ്ടും സെയിം ആണ്. സോ ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 12 ക്യൂബ് ഡിവൈഡഡ് ബൈ 27. സോ ഈക്വൽ ടു 12 ഇൻറ്റു 12 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 27. 27ഉം ഒരു 12ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ 4 9 കിട്ടും. ദെൻ ഇസ് ഈക്വൽ ടു 12 ഇൻറ്റു 12 എന്ന് പറയുന്നത് 144 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 9 എന്ന് കിട്ടും. ഈക്വൽ ടു 144 ഇൻറ്റു 4 മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് 576 ഡിവൈഡഡ് ബൈ 9. 576 ഡിവൈഡഡ് ബൈ 9 ഇസ് ഈക്വൽ ടു 64 കിട്ടും. ദാറ്റ് ഈസ് ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു 64 എന്ന് കിട്ടി. സോ ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 4 ഇൻറ്റു 4 ഇൻറ്റു 4 എന്ന് എഴുതാം. അതായത് 4 ക്യൂബ്. സോ ആർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ക്യൂബ് റൂട്ട് ഓഫ് 4 ക്യൂബ് ഇസ് ഈക്വൽ ടു 4. Therefore, radius of the spheres formed is equal to 4 centimeter.